കൂത്തുപറമ്പ് മാങ്ങാട്ടിടം വട്ടപ്പാറയിൽ നിന്ന് കുട്ടി തേവാങ്കിനെ പിടികൂടി. വന്യജീവി സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകരാണ് കുട്ടി തേവാങ്കിനെ പിടികൂടിയത്. വട്ടപ്പാറയിലെ അഭിനവ് എന്നയാളുടെ വീട്ടുപറമ്പിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ കുട്ടി തേവാങ്കിനെ കാക്ക കൊത്തുന്നത് കണ്ടതിനെ തുടർന്നാണ് മാർക്കിന്റെ പ്രവർത്തകരെ വിവരമറിയിച്ചത്. ബിജിലേഷ് കോടിയേരിയുടെ നേതൃത്വത്തിലുള്ള മാർക്ക് ടീം സ്ഥലത്തെത്തി കുട്ടി തേവാങ്കിനെ പിടികൂടി ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചു. നമ്മൾ കണ്ണൂർ ജില്ലയിലെ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിൻ്റെ പ്രവർത്തകരാണ്. ഇത് ഇന്നലെ മാങ്ങാട്ടിടത്ത് വെച്ച് നമ്മുടെ മാർക്കിൻ്റെ പ്രവർത്തകനും റെസ്ക്യൂറുമായ ഷംസീർ കൂത്തുപറമ്പ് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിനവ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കുട്ടി തേവാങ്കിനെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എന്താണ് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി എന്നറിയാൻ നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലാ വെറ്റിനറി ഹോസ്പിറ്റലാണ് എത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു ജീവിനെ നമുക്ക് കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പോൾ കൂടുതലും വലിയ മരങ്ങളിലാണ്, പിന്നെ വള്ളിപ്പടർപ്പുകൾക്കുള്ളിലാണ് കൂടുതലും ഉണ്ടാകുക. പിന്നെ എന്തെങ്കിലും പരിക്ക് പറ്റിയാലോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ താഴെ മനുഷ്യർക്ക് ഇടയിലേക്ക് എത്തിച്ചേരുന്നത്. ഇല്ല, ഉപദ്രവകാരിയായ ജീവികളുടെ കൂട്ടത്തിൽ വരുന്നതല്ല. വളരെ സാധുവായ ഒരു ജീവിയാണ് കുട്ടി തേവാങ്ക്. കൂടുതലും ഒറ്റപ്പെട്ടിട്ടാണ് കാണപ്പെടുന്നത്. കുട്ടി തേവാങ്കിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് പരിശോധിച്ച വെറ്റിനറി സർജൻ ഡോക്ടർ നവാസ് പറഞ്ഞു. നിലവിൽ പ്രത്യേകിച്ച് പരിക്കുകളൊന്നും കാണുന്നില്ല. ചിലപ്പോൾ കുട്ടിയായതുകൊണ്ട് അങ്ങനെ വന്നു പെട്ടതായിരിക്കാം അവിടെ. അപ്പോൾ ആൾ അപ്പാരൻ്റ് ഹെൽത്തിയാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇല്ല, വേണ്ട, ഇല്ല, അങ്ങനെ നമ്മൾ കൊടുക്കാറില്ലല്ലോ. ഇല്ല, അങ്ങനെയില്ല. പൊതുവെ നമ്മൾ നാട്ടിലങ്ങനെ അധികം കാണാറില്ല. ഫോറസ്റ്റുകാർ ഉണ്ടാവാറ്. ഇവർ ഒറ്റയ്ക്കനെ തന്നെ ജീവിക്കുന്ന ജീവികളാണ്. രാത്രി ഇൻസെക്ട്സിനൊക്കെ ആണ് അത് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ചിലപ്പം കുട്ടിയായതുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് നാട്ടിലേക്ക് വന്നതായിരിക്കാം. അപ്പം പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ എവിടെയെങ്കിലും അതിൻ്റെ ആ ഒരു കിട്ടിയ ലൊക്കേഷനിൽ തന്നെ ആ ഏരിയയിൽ തന്നെ റിലീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പല രീതിയിലും ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന അങ്ങനെയുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരുടെ ആവാസ വ്യവസ്ഥ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആനിമൽസ് നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത് വലിയൊരു ചോദ്യമാണ് അല്ലേ. എന്തുകൊണ്ട് സിംഹം വരുന്നു, അല്ലെ എന്തുകൊണ്ട് ടൈഗർ വരുന്നു, എന്തുകൊണ്ട് പുലി വരുന്നു, എന്തുകൊണ്ട് ആന വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ. അപ്പോൾ അതിൻ്റെ അതുകൊണ്ടായിരിക്കും. അതെ. അപ്പോൾ അത് അവരുടെ ആവാസ വ്യവസ്ഥ നമ്മൾ അങ്ങോട്ട് പോയി ഇൻവേഡ് ചെയ്യുന്നതുകൊണ്ടാവാം. അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ സർവൈവ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയുന്നതുകൊണ്ടാവാം. ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാവാം, വേറെ കാലാവസ്ഥ സ്ട്രെസ് കൊണ്ടാവാം, ഹാബിറ്റാറ്റ് ലോസ് കൊണ്ടാവാം. അങ്ങനെ വരുമ്പോൾ അത് അതിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് പുറത്തോട്ടുള്ള മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. അപ്പം നമ്മൾ നാട്ടിലേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെയാണ് എല്ലാ വന്യജീവികളും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അവരോട് സമാധാനമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവരിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനത്തെയാണ്. അതുപോലെ തന്നെയാണ് ഈ ചെറിയ ജീവികൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ സിറ്റിയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും പാമ്പുകൾ കൂടുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ചെറിയ ചെറിയ കാവുകളോ ചെറിയ കാടുകളൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നശിപ്പിക്കുമ്പോൾ പാമ്പുകൾ പുറത്തിറങ്ങും. അങ്ങനല്ലേ? അതെ, അതുപോലെ തന്നെയാണ് എല്ലാ ജീവികളും അങ്ങനെ ഇറങ്ങി വരുന്നത്. ആ പോസിബിലിറ്റി കാട്ടിൽ എല്ലാ സമയത്തും ഉണ്ടല്ലോ. ആ ഒരു പോസിബിലിറ്റി കൊല്ലാനും കൊല്ലപ്പെടാനും സാധ്യത കാട്ടിൽ എല്ലാ സമയത്തും ഉണ്ട്. ആ ഒരു പോസിബിലിറ്റി ഇതിലുണ്ടാവും. പക്ഷേ അതിൻ്റെ ലെക്ക് എന്താണെന്ന് അതിനനുസരിച്ചിരിക്കും. പക്ഷേ ഇത് അപ്പാരൻ്റ് ഹെൽപ്പ് ചെയ്യാതുകൊണ്ട് നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതും ഒരു മനുഷ്യൻ്റെ ഒരു കസ്റ്റഡിയിൽ ജീവിക്കുന്നത് ഈ ആനിമൽസിന് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ അത് കൂടുതൽ അതിനെ ബുദ്ധിമുട്ടിലേക്കാണ് നയിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അവന് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവനറിയാം. അപ്പോൾ അവനത് എക്സ്പ്ലോർ ചെയ്ത് അവൻ സർവൈവ് ചെയ്യാൻ ശ്രമിക്കട്ടെ. സർവൈവ് ചെയ്യുകയാണെങ്കിൽ സർവൈവ് ചെയ്യട്ടെ, സർവൈവ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ വിധി, അങ്ങനെ വിചാരിച്ചാൽ മതി. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ വ്യക്തമാക്കിയതിനാൽ കുട്ടി തേവാങ്കിനെ പിടികൂടിയ സ്ഥലത്ത് തന്നെ വിടുമെന്ന് മാർക്ക് പ്രവർത്തകർ അറിയിച്ചു. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ. കോളേജ് കോഡ് SNC.